ഹായ് ഫ്രണ്ട്സ്, എ വാം വെൽക്കം ടു എജ്യൂട്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG1 ബ്രിട്ടീഷ് പോയട്രി, കുറച്ച് കോംപ്ലിക്കേറ്റഡും എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഈ ബ്രിട്ടീഷ് പോയട്രിയാണ് ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് വൈസ് നമുക്ക് പഠിക്കാം. ബ്ലോക്ക് 1, യൂണിറ്റ് 1, ഫ്രം ദ ഇവാലുവേഷൻ ഓഫ് പോർട്രേറ്റ്സ് ടുവേർഡ്സ് എക്സ്പ്ലിക്കേഷൻ ഓഫ് പോയംസ്. ഈ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് പോയട്രി ആൻഡ് വാട്ട് ഈസ് ബ്രിട്ടീഷ് പോയട്രി? ബ്രിട്ടീഷ് പോയറ്റ്സ് എഴുതുന്ന അല്ലെങ്കിൽ എഴുതിയ ബ്രിട്ടീഷ് വർക്ക്സുകളാണ് ഈ ബ്രിട്ടീഷ് പോയറ്റിക് വർക്കുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്ര ഈസി ആണ് എന്ന് നിങ്ങൾ കരുതണ്ട, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ഓൾസോ. പക്ഷേ ഐ തിങ്ക് സോ യു നീഡ് ടു ഹാവ് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇൻ ഓർഡർ ടു സ്റ്റഡി ദിസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഞാൻ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ വായിച്ച് പഠിപ്പിച്ച് തരുന്നൊന്നുമില്ല. അതിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഒന്ന് റെഫർ ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു, ഐ തിങ്ക് സോ. The text is about appreciating poetry and understanding the connection between the poet's life, work, and the historical context. The author discusses two portraits on the cover of a book, one of a woman with a string instrument and another of a shepherd Godopahan. As we start, ഇവിടെ ഓതർ രണ്ട് പോർട്രേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബുക്കിൻ്റെ കവർ കണ്ട ഈ ഓതർ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. വൺ ഓഫ് എ വുമൺ വിത്ത് എ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്, ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുമായി നിൽക്കുന്ന ഒരു സ്ത്രീയെയും, അതേസമയം വേറൊരു പോർട്രേറ്റ് അദ്ദേഹം കാണുന്നത് ഷെപ്പേർഡ് ഗോഡോപഹാൻ്റെയുമാണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ കംപ്ലീറ്റ് പോയറ്റിക് വർക്ക്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആണ്. അതേസമയം ഓരോ പോയറ്റ്സിൻ്റെയും ലൈഫും വർക്ക്സും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു വളരെയധികം അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒന്നാണ് പോയട്രി അല്ലെങ്കിൽ പോയറ്റിക് വർക്ക്സുകൾ എന്നുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൻ്റെ സാരാംശം. The woman is mistaken for Saraswati, the goddess of learning, because of her association with the instrument. The author says our observations are often influenced by our biases and preconceptions. The shepherd Godopahan reminds the author of various poets like Caedmon, William Langland, and Robert Burns, who were all connected to nature and wrote about human experiences. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പോർട്രേറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊരു പോർട്രേറ്റിൽ ഒരു വുമൺ ഇൻസ്ട്രുമെൻറ്റുമായി നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മിസ്റ്റേക്കായിട്ട് ഇദ്ദേഹം പറയുന്നത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റുമായി നിൽക്കുന്നത് സരസ്വതി ദേവിയെ പോലെ തോന്നുന്നതാണ് എന്ന് പറയുന്നതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഓരോ റീഡറും ഓരോ വായനക്കാരനും അവർ ഒരു പോയറ്റിക് വർക്ക് നോക്കി കാണുമ്പോൾ പല ആംഗിൾസിൽ കൂടെയാണ് അവർ കാണുന്നത്. ഇപ്പം ഞാൻ ഒരു പോയം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ അതേ കൺസെപ്റ്റ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോർട്രേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയി നിൽക്കുന്ന ഒരു വുമൻ്റെ ഒരു പോർട്രേറ്റ് നൽകുമ്പോൾ ഒരു വ്യക്തിക്ക് അത് സരസ്വതി ദേവിയായിട്ട് തോന്നുന്നെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേറെ ആരുമായിട്ട് തോന്നാം. ഓക്കെ, അതൊക്കെ നമ്മളുടെ പ്രീ കൺസെപ്ഷനിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കുന്നത് കൊണ്ടാകാം എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഷെപ്പേർഡ് ഗോഡോപഹാൻ്റെ ഒരു പിക്ചർ നമുക്ക് കാണുമ്പോൾ ധാരാളം പോയിറ്റ്സുകളെ എസ്പെഷ്യലി നേച്ചറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ധാരാളം പോയിറ്റ്സുകൾ
ലൈക്ക് കാഡ്മൻ, വില്യം ലാംഗ്ലാൻഡ്, റോബർട്ട് ബേൺസ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഓർമ്മ വരാം. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും നമ്മളുടെ ഒക്കെ മൈൻഡ് സെറ്റിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം നമ്മൾ കുറേ പ്രീ കൺസെപ്ഷൻസ് ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഓരോ പോയം വായിക്കുന്നതും മനസ്സിലാക്കുന്നതും വേറെ ആംഗിൾസിൽ കൂടെയാണ്. The author explores how Gauda Pahan's portrait evokes thoughts about the struggles of common people and the importance of human connection with nature. The text references poems by Burns and Wordsworth, highlighting themes of social inequality, humanity, and the beauty of nature. ഇവിടെ ഗോഡബഹാൻ്റെ ഒരു പോർട്രേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ആൾക്കാരുടെ വിഷമങ്ങൾ, സ്ട്രഗിൾസ്, അവരുടെ എന്താ പറയുക, ഒരു ഹ്യൂമൻ കണക്ഷനും ഒരു നേച്ചറും തമ്മിൽ, ഇപ്പോൾ ഷെപ്പേർഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം നേച്ചറുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഷെപ്പേർഡ്സ്. അപ്പോൾ ഇവിടെ ഗോഡബഹാൻ്റെ ഒരു പിക്ചർ നൽകുക എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് എന്താ, നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാധാരണ വ്യക്തികളും അവരുടെ ബുദ്ധിമുട്ടുകളുമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബേൺസിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും ഒക്കെ കുറച്ച് പോയംസും അതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ തന്നെ വേർഡ്സ്വർത്തിൻ്റെ ആയാലും ബേൺസിൻ്റെ ആയാലും ഈ പോയംസും ആ പോയറ്റിക് വർക്ക്സുകളെല്ലാം തന്നെ സോഷ്യൽ ഇനിക്വാലിറ്റി, ഹ്യൂമാനിറ്റി, ബ്യൂട്ടി ഓഫ് നേച്ചർ ഈ തീമുകളുമായിട്ട് കണക്റ്റഡ് ആണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. The main idea is that poetry appreciation involves understanding the poet's context, life and work, and how these elements shape their writing. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പോയറ്റിക് വർക്ക്സ് നമ്മൾ കാണുമ്പോൾ തന്നെ അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പോയറ്റിക് വർക്ക്സ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ വർക്ക്സിൽ ആരാണ് എഴുതിയിരിക്കുന്നത്, ആ വ്യക്തിയും ആ പോയമും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നേച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കണക്ഷൻ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു വർക്ക് കാണുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. വെറുതെ ഒരു പോയം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ നോക്കുന്നുണ്ട്. The text explores the connection between nature, country life, and artistic inspiration, focusing on Wordsworth's philosophy of nature. Wordsworth saw nature as a mother and nurse, influencing his thoughts and poetry. The author references Godapahan, a shepherd, as a symbol of humble connection to nature, similar to Wordsworth's characters like the peddler or Michael. നമ്മുടെ പോയിട്രി വർക്ക്സുകളെ കുറിച്ച് പറയുമ്പോൾ എസ്പെഷ്യലി വേർഡ്സ്വർത്ത്, അദ്ദേഹം കൂടുതലായിട്ടും നേച്ചറിനെ കുറിച്ചിട്ടാണ് എഴുതാറ്. അദ്ദേഹം നേച്ചറിനെ കുറിച്ച് എഴുതുമ്പോൾ നേച്ചറിനെ ആരായിട്ടാണ് കണക്കാക്കുന്നത്, എപ്പോഴും അദ്ദേഹം കൺസിഡർ ചെയ്യുക നേച്ചറിനെ ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ട്. അപ്പോൾ ആ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സുകളിലും കണക്ട് ചെയ്തിട്ട്, നേച്ചറിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്നേഹം കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഗോഡബഹാൻ എന്ന ഈ ഷെപ്പേർഡ് ബോയ് എങ്ങനെയാണോ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് വേർഡ്സ്വർത്തിൻ്റെ മൈക്കിൾ എന്നൊരു ക്യാരക്ടറിനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പെഡ്ലർ അല്ലെങ്കിൽ മൈക്കിൾ, ഈ വർക്കിനെ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതും സിമിലർ ടു ഇങ്ങനെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സാണ്. The text contrasts city and country life, noting that while the country offers solitude and connection to nature, the city provides culture, diversity, and opportunities for growth. The author discusses the influence of Western art on Mughal painting, highlighting the blend of styles and techniques. ഇവിടെ നേച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ രണ്ട് കോൺട്രാസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സിറ്റി ലൈഫ്, രണ്ട് വില്ലേജ് ലൈഫ്. ഇത് തമ്മിലൊരു ഡിഫറൻസസും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു കൺട്രി ലൈഫ് അല്ലെങ്കിൽ ഒരു വില്ലേജ് ലൈഫ് എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ടും സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നേച്ചറുമായിട്ട്
കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അതേസമയം നമുക്ക് എപ്പോഴും അറിയാം, ഒരു സിറ്റി ലൈഫിന് എടുക്കുകയാണെങ്കിൽ കൂടുതലായും പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മോഡേൺ ലൈഫ് സ്റ്റൈലാണ് അല്ലേ, കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒന്നാണ് സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രണ്ടിനെയും നേച്ചറിനും വ്യത്യാസം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജ് ലൈനിലായിരിക്കും എപ്പോഴും നമ്മളുടെ പോയിറ്റ്സുകളുടെ ഒരു മൈൻഡ് സെറ്റ് കിടക്കുന്നത്. മോർ ദാൻ ഈ സിറ്റി ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വില്ലേജിലായിരിക്കും എപ്പോഴും പോയറ്റിക് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പോയറ്റിക് തോട്ട്സുകൾ മൊത്തം അവിടെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇങ്ങനെ മോഡേണിറ്റി അല്ലെങ്കിൽ പ്രോഗ്രസീവിനൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓതർ പെട്ടെന്ന് നമുക്ക് ഇട്ട് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ചിന്തയിലോട്ട് വെസ്റ്റേൺ ആർട്ട് ഓൺ മുഗൾ പെയിൻറ്റിങ്. അതിൻ്റെ പ്രത്യേകത എന്താ? ധാരാളം ടെക്നിക്സുകളും അതുപോലെ സ്റ്റൈൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു വർക്കാണത്. The woman with a string instrument on the cover is a Mughal painting showcasing Western influence and symbolism. The text explores the interpretation of art, referencing Sanskrit literature and the importance of understanding the artist's context and intent. എടാ, നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ട ഒരു ഇൻസ്ട്രുമെൻറ്റുമായി നിൽക്കുന്ന ഒരു വുമൻ്റെ ഒരു പിക്ചർ കണ്ടു, സരസ്വതി ദേവിയായിട്ട് നമുക്ക് തോന്നാം. ആ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു കവർ എന്താ പറയുക, ഒരു മുഗൾ പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, ഒരു മുഗൾ പെയിൻറ്റിംഗ് ആണ്. അതിൽ ധാരാളം വെസ്റ്റേൺ ഇൻഫ്ലുവൻസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെഫറൻസിങ് സാൻസ്കൃത് ലിറ്ററേച്ചറും, അതുപോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ആർട്ടിസ്റ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഇൻറ്റൻറ്റ്. ഒരു കലാകാരൻ ഏത് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഓരോ റീഡർ ആണെങ്കിലും അഥവാ ഒരു പോർട്രേറ്റ് നോക്കി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മളത് ആസ്വദിക്കുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വരണം. വെറുതെ പ്രീ കൺസെപ്ഷൻസ് വെച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലുപരി ആ കലാകാരൻ്റെ കഴിവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഉദ്ദേശം, അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഹിസ്റ്റോറി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ ഓതർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. The main idea is that artistic inspiration comes from a combination of nature, culture, and personal experience. Poetry and art are enriched by understanding the creator's context and the reader's response. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർക്ക് ചെയ്യുന്നതിനും പിന്നിൽ ധാരാളം എന്താ പറയുക, ഒന്നെങ്കിൽ അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന്, അപ്പോൾ അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വർക്കും ഓരോ വ്യക്തികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ റീഡേഴ്സ് അതിനെ പരിഗണിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് വേണം ആ പോയറ്റിക് വർക്കിനെ വിലയിരുത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും. കാരണം ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസുകളൊന്നും നമുക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.